ഉച്ചയായപ്പോ എണീറ്റ് വീടിന്റെ പുറത്ത് വന്ന് നിൽക്കാണ്. ഇന്നത്തെ കണി എന്ന് പറയുന്നത് ഈ ശുണ്ടുമാണ്. ഇവനെ അങ്ങനെ എപ്പോഴൊന്നും കാണാൻ കിട്ടില്ല, വല്ലപ്പോഴേ കാണാൻ കിട്ടൂ. ഇന്ന് വീട്ടിൽ മീൻകറി ആയ കാരണമാണ് പുള്ളിക്കാരനെ കാണാൻ കിട്ടിയിട്ടുള്ളത്. ആശാന്ത ഇവിടെ കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പൊ കുറച്ചു നേരം അവിടെ നിന്ന് അകത്തേക്ക് വന്നപ്പോ അമ്മാമ്മ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ കഴിക്കാത്ത കാരണം എനിക്ക് നിർബന്ധിച്ചു വാരിത്തരാണ് ഇപ്പൊ. അമ്മാമ്മയെ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞാലും അമ്മാമ്മ കേൾക്കില്ല. അതിനുശേഷം ഞാൻ എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം കഴിച്ച് വരുമ്പോ അമ്മാമ്മക്കുള്ള ഗുളിക കഴിക്കുകയാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് നല്ലൊരു ഉറക്കവും പാസ്സാക്കി. പിന്നെ ഉറക്കം എണീറ്റത് ഈവനിങ് ആണ്. ഈവനിങ് ഉറക്കം എണീറ്റ് ഡ്രസ്സും മാറി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. അമ്മാമ്മ അമ്മേനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അമ്മ കുടുംബശ്രീ മീറ്റിംഗ് കഴിഞ്ഞ് 2 ചെടിയും കൊണ്ടാണ് വരുന്നത്. അപ്പൊ അമ്മയ്ക്ക് ഇതിപ്പോ കുഴിച്ചിടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചട്ടി കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് മേടിച്ചു കൊണ്ടുവരാനായിട്ട് പറയാണ്. അപ്പൊ നമുക്കിത് കുഴിച്ചിടാനായിട്ട് മണ്ണ് കാര്യങ്ങളൊക്കെ നമുക്ക് വീടിന്റെ ഓപ്പോസിറ്റുള്ള പാടത്ത് നിന്ന് വേണം എടുത്തിട്ട് വരാനായിട്ട്. ഇതാണ് ചെടി, ഇതാണ് നമ്മുടെ പാടം വരുന്നത്. ഈ ഒരു പാടത്തുനിന്നാണ് മണ്ണ് കാര്യങ്ങൾ എടുത്തിട്ട് വരുന്നത്. വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കനാലും അതിന്റെ ഓപ്പോസിറ്റ് പാടമൊക്കെയാണ്. പാടത്തുനിന്ന് മണ്ണെടുക്കാനായിട്ട് ഈ ഒരു ബക്കറ്റും തൂമ്പയൊക്കെ ആയിട്ട് പോവാണ്. ഈ ഒരു പാലം കടന്നിട്ട് വേണം നമുക്ക് അപ്പുറത്ത് എത്താനായിട്ട്. പാടത്ത് നിറയെ ഈ ഒരു പൂക്കള് നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്നാണ് മണ്ണ് എടുക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാണെങ്കിൽ എൻ്റെ വീടും കറക്റ്റായിട്ട് കാണാവേ. അവിടെ നമ്മൾ മണ്ണ് കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അമ്മ അതിൽ ചെടി കാര്യങ്ങളൊക്കെ ഇറക്കി സെറ്റാക്കി വെക്കുകയാണ്. അപ്പം അത് വെള്ളമൊക്കെ ഒഴിച്ച് ചെടീനെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിനുശേഷം ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. പോകുന്നത് വേറെ എവിടേക്കല്ല, കുറിഞ്ഞാക്കൽ ബണ്ടിലേക്കാണ്. ഞാൻ സാധാരണ ഈവനിങ് കൂടുതലും പാടം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പോയിരിക്കാറ്. അപ്പൊ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. ഇവിടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ ഈവനിങ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലം തന്നെയാണ്. അപ്പൊ ഞാൻ അതിനുശേഷം ഒരുപാട് സമയം ഇവിടെ ഇരുന്നിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോയത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ബൈ.